ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു സന്തോഷവും സമൃദ്ധിയും നല്ലൊരു വർഷമാകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിടെ സുഖമാണ്. ഇന്നത്തെ വീഡിയോ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അതായത് 29-ാം തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ. 29-ാം തീയതി ഞാനും ചേട്ടത്തിയും പിന്നെ ഞങ്ങളുടെ മക്കളൊക്കെ ആയിട്ട് 2 വീലറിന് ഞങ്ങൾ എറണാകുളത്ത് പോയി. എറണാകുളത്ത് ഞങ്ങൾ എന്താണ് ഫ്ലവർ ഷോ കാണാൻ പോയി. അപ്പോൾ അതുള്ള വീഡിയോ ആണ്. അപ്പം നമ്മൾ 2 വീലറൊക്കെ കൊണ്ടുവന്ന് നമ്മൾക്ക് ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ എറണാകുളത്ത് വാപ്പച്ചീൻ്റെ ഷോപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വാപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടെ വണ്ടി വെച്ചിട്ട് കോടതിക്കവലയിലാണ്, അവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് നിങ്ങൾ മക്കളുമായിട്ട് ഇപ്പോൾ 2 വീലറിന് പോകണ്ട, ഓട്ടോ വിളിച്ചു തന്നു, ഓട്ടോ ഒക്കെ വയ്ക്കുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഒക്കെയുള്ള യാത്ര തുടങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോകാം കേട്ടോ. സാധാരണ ഗ്രൗണ്ടിലാണ് ഇവിടെ എറണാകുളം ഗ്രൗണ്ടിലാണ് ഉണ്ടാവും, പക്ഷേ ഈ പ്രാവശ്യം ഗ്രൗണ്ടിലല്ല, ഈ പ്രാവശ്യം ഉണ്ടാകും ഹൈക്കോർട്ടിൻ്റെ അവിടെയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു, നല്ല തിക്കും തിരക്കും ഒക്കെയുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. വൈകുന്നേരം സമയമാണ്, വൈകുന്നേരം ഏകദേശം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് വന്ന് വാപ്പച്ചിൻ്റെ കടയിൽ നിന്ന് വാപ്പച്ചി ഞങ്ങൾക്ക് പിന്നെ ജ്യൂസും ചായയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇതുപോലെ ഭയങ്കര ബ്ലോക്ക്, നല്ല നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓട്ടോ കാണുമ്പോൾ അത്ര തിരക്ക് തോന്നിയില്ലെങ്കിലും പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ട് കണ്ടാകും, നല്ല തിരക്കുണ്ട്. അങ്ങനെ ബ്ലോക്കിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്, നിങ്ങളുടെ കൂട്ടുകാരിയല്ലേ, പ്ലീസ്. അപ്പോൾ ഇനി ഞങ്ങൾ ഗ്രൗണ്ടിലെത്താറായി. സ്കൈ ലോണിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാട്ടെ ഗ്രൗണ്ട്. അപ്പോൾ നല്ല അവിടേക്ക് ചെന്നിട്ട് ഫ്ലവർ ഷോ ഒക്കെ കണ്ടതിന് വിശേഷം കാണിച്ചു തരാം. അപ്പോൾ ആദ്യമോനുണ്ട്, ആദ്യമോൻ വണ്ടീൻ്റെ അകത്ത് നിന്നിട്ട് അവിടെ കിടന്ന് ബഹളമായിരുന്നു. അവനെ പിടിച്ചെടുത്ത് ഇത് തന്നെ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ആയിട്ട് ശരിയാക്കിയേക്കണം. ഒരു ഭംഗിയുള്ള, ഇതിപ്പോൾ പകൽ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നണില്ല, പക്ഷേ രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം നമുക്കത് കാണിച്ചു തരാം. പക്ഷെ അടുത്തൊന്നും കാണിക്കാൻ പറ്റില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല ലോങ്ങിൽ അത്യാവശ്യം കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വലിയ കുറച്ച് ഇത് വെച്ചങ്ങനെ അല്ലാണ്ട് വലിയ ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അവർ നല്ല വെള്ളത്തിൻ്റെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തു. വലിയവർക്ക് 100 രൂപ, കുട്ടികൾക്ക് 50 രൂപ, അങ്ങനെയായിരുന്നു ടിക്കറ്റ്. 1-ാം തീയതി വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫ്ലവർ ഷോ. അപ്പോൾ ഫ്ലവർ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ പിന്നെന്താ നേരത്തെ വീഡിയോ എടുക്കാനെന്ന് വെച്ചാൽ, പിന്നെ വെള്ളിയാഴ്ചയാണ് പോയത്. അപ്പോൾ വെള്ളിയാഴ്ച വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ വെള്ളിയാഴ്ച തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ശനിയും ഞായറും ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ ഫ്ലവർ ഷോ ഏകദേശം തീരാറായ സമയത്താണ് അങ്ങ് ചെന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാനൊക്കെ അത്യാവശ്യം കൊള്ളാം. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു ഫ്ലവേഴ്സിൻ്റെ ഒരു ലവർ ആയതുകൊണ്ടാവാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടേക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ ഓരോ സെക്ഷനിൽ ഇങ്ങനെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെക്ഷൻ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇത് ഡോറാബുജി, നല്ല രസമല്ലേ ഡോറാബുജിനെ അറിയാത്തവരാരും തന്നെ ഉണ്ടാവും തോന്നണില്ല അല്ലേ. അങ്ങനെ ആദ്യത്തെ സെക്ഷനിൽ ഇങ്ങനെയെല്ലാം ഓരോ സെക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ രണ്ടാമത്തെ സെക്ഷനിലേക്കാണ് പിന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കിടക്കുന്ന മുമ്പ് കുപ്പികളുമായിട്ട് ഫ്ലവർ ഷോ തുടങ്ങി. അപ്പോൾ ഇവിടെ നല്ല ഏറ്റവും കൂടുതൽ ആകർഷണമായി എന്താണെന്നോ ഓർക്കിഡായിരുന്നു. ഓർക്കിഡ് ഈ ഏറ്റവും മുതൽ അങ്ങേറ്റം വരെ ഓർക്കിഡായിരുന്നു. ഓർക്കിഡായിരുന്നു അവിടുത്തെ ഏറ്റവും ആകർഷമായ സംഭവം തന്നെ ഉണ്ടായിരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു, കാരണം നല്ല രസമായിരുന്നു. ഈ ഏറ്റവും മുതൽ അത് അറ്റം വരെ ഈ ഒരു ഐറ്റം തന്നെ ഇങ്ങനെ കളർഫുള്ളായിട്ട് നല്ല ഫ്രഷസായിട്ട് നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് എടുത്തിട്ട് മതിയാകാത്ത പോലെ പോയി. ബാക്കിയുള്ള എല്ലാ ചെടികളുടെയും പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത്യാവശ്യം ചെടികളുടെ പേരും കാര്യങ്ങളൊക്കെ
അറിയാം. ചെടീനെ ഒരു പ്രത്യേക ഒരു ലവറാണ് ഞാൻ. ചെടിയും പൂവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് കാണാനും നടാനും ഒക്കെ ഇഷ്ടമാണ്. അതിനോട് ഭയങ്കര ഒരു വല്ലാത്തൊരു പ്രേമം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഒരുപാട് പേര്, ഒട്ടുമിക്ക എല്ലാവർക്കും ചെടികൾ ഇഷ്ടമാണ്. ചെടികൾ ഇഷ്ടമില്ലാത്തവർ തന്നെ വളരെ ചുരുക്കം പേരുള്ളൂ. എന്തെങ്കിലും ഒരു ചെടിയെങ്കിലും നടാത്ത ആരെങ്കിലും ഉണ്ടാവില്ല അല്ലേ? എല്ലാവർക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെടികളൊക്കെ കണ്ട് ആസ്വദിക്കുമോ?
അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ ഫ്ലവർ ഷോ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അത് പ്രത്യേകം പറയാൻ പറ്റിയെന്താണെന്ന് വെച്ചാൽ, ഇത് വേസ്റ്റായ നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക് കുപ്പികളുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാക്കിയ ചില ഐറ്റംസൊക്കെയാണ്. മയിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലത് ഇതാണ് മയിൽ. പിന്നെ മറ്റെന്ത് സംഭവമാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായി. ഇത് കണ്ട പ്ലാസ്റ്റിക് വേസ്റ്റ് ഐറ്റം കൊണ്ട് മാത്രം ഉണ്ടാക്കിയേക്കണ ഒരു ഐറ്റമാണ്. വീടും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ 2-3 ഐറ്റം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ നമ്മൾ വേസ്റ്റ് തള്ളിക്കളയുന്ന സാധനങ്ങൾ നമുക്ക് അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ഇത് പ്രകൃതിയിലേക്ക് പ്രകൃതി നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ്. നമ്മളൊരു പ്ലാസ്റ്റിക് കവർ കിട്ടിയാലും എന്ത് കിട്ടിയാലും നമ്മൾ വലിച്ചെറിയുവാണ്. അതിപ്പോൾ നമുക്ക് ഒരു ഡിസ്പോസിബിൾ ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അത് റോട്ടിലേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് വലിച്ചെറിയും. അപ്പോൾ അത് നമ്മുടെ പ്രകൃതി നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറേ ഇത് ഇതുണ്ടായിരുന്നു, ഷോപ്പുകളുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പുകൾ സ്റ്റാളിൽ ചെടീൻ്റെ വിൽക്കുന്നതും അങ്ങനെ ഒരുപാട് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുടക്കത്തിൽ നമ്മൾ റോട്ടിൽ വെച്ച് കണ്ടില്ലേ, അത് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു ഭംഗിയിൽ കാണാൻ നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് തിക്കുന്നതിനൊക്കെ നമുക്ക് അടുത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അതങ്ങ് തിരിച്ച് റിട്ടേൺ നടക്കുവാണ്. അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വാപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. വാപ്പച്ചി ഫ്രണ്ടിൽ നടപ്പുണ്ട്. അപ്പോൾ വാപ്പച്ചീൻ്റെ വണ്ടി ഇവിടെ അടുത്ത് കിടപ്പുണ്ട്. വണ്ടീൻ്റെ അടുത്തേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ റോഡിൽ പോയപ്പോൾ ഞാൻ അതിനെടുത്തപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഷേക്കൊക്കെ വാങ്ങിക്കുക. ഞങ്ങൾ അടുത്ത് അവിടെ ഷോപ്പിൽ പോയിട്ട് ഷേക്കൊക്കെ വാങ്ങി. സൂപ്പർ ഷേക്കായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു മുട്ടമാല, പിന്നെന്താണ് കായ്പോള, അങ്ങനെ കുറച്ച് അതിനൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ റിട്ടേൺ പോയിന്. ഇപ്പം നമ്മൾ കാറിൽ വാപ്പച്ചി കടയിലേക്ക് കൊണ്ടാക്കി തരും. കടയിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പോന്നു. ഇത്രയൊക്കെയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.